ഞാനിന്നിവിടെ മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 2 കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം, ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ അത് കുഴച്ചെടുക്കുക നന്നായിട്ട്. കൈവച്ച് നന്നായി ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാം. ഇപ്പം നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ചെറിയ ബോളായിട്ട് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ചെറിയ ബോൾ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് പരത്തിയെടുക്കാം. നന്നായി ഒന്ന് ഉരുട്ടി കുറച്ച് പൊടി തൂക്കി ഒന്ന് പരത്തിയെടുക്കാം. അധികം പൊടി ഇടണ്ട, ചെറുതായി ഒന്ന് പൊടിയിട്ട് കൊടുത്താൽ മതി. കുറച്ചൊന്ന് കനം കുറച്ച് പരത്തിയിട്ട് ഇതുപോലെ കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക്, ഞാനിപ്പോൾ നെയ്യാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും അതിൻ്റെ മുകളിലേക്കായിട്ട് മടക്കി വയ്ക്കാം. കുറച്ച് നെയ്യ് പുരട്ടി ഒന്ന് മടക്കി അതിൻ്റെ മുകളിലായിട്ട് മറ്റേ സൈഡും ഒന്ന് മടക്കി വെച്ച് നമുക്കിത് പരത്തിയെടുക്കാം. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കണമെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് നല്ല കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. അരികൊക്കെ ഒന്ന് കനം കുറഞ്ഞ് വരണം. കട്ടി കൂടിയാൽ അത് വേവാത്ത പോലെ ഇരിക്കും. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചപ്പാത്തിയും ഉരുട്ടിയതും പരത്തിയെടുക്കാം. ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. മടക്കിൻ്റെ ലെയറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിൽ നെയ്യ് പുരട്ടുന്നത്. അത് കുറച്ച് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ കുറച്ച് തന്നെ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ നമുക്കിനിത് ചുട്ടെടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് മറിച്ചിടാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്.
അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടി ഗീ പുരട്ടി നമുക്കിതെടുക്കാം. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അടുത്ത ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. നെയ്യൊക്കെ പുരട്ടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മടക്ക് ചപ്പാത്തി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചപ്പാത്തിയാണ്. കുട്ടികൾക്കൊക്കെ കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.